കൾച്ചറൽ ഓറിയൻറ്റേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, കൾച്ചറൽ ഓറിയൻറ്റേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഫോർ ദ ന്യൂ നേഴ്സസ്. കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ കൾച്ചറൽ ഓറിയൻറ്റേഷൻ ത്രൂ നമ്മൾ ആദ്യം തന്നെ ഈ ഫാക്ട്സ്, ചില ഫാക്ട്സ് US ജീവിക്കാൻ ചില ഫാക്ട്സ് അറിയുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇതിൽ കൂടെ പറയും US ലൈഫിനെ പറ്റിയിട്ട്, സ്റ്റാർട്ടിങ് US ലൈഫ്. പിന്നെ അതുകൂടാണ്ട് ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നേഴ്സിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാണ് സെൽഫ് സഫീഷ്യൻ്റ് ആവാനായിട്ട്. US ലൈഫ് എന്ന് പറയുമ്പോൾ യു കനോട്ട് ഡിപ്പെൻഡ് ഓൺ എനി വൺ. അതൊക്കെ നമ്മൾ സ്വന്തം തന്നെ ചെയ്യണം. അതേപോലെ വർക്ക് എത്തിക്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില വർക്ക് എത്തിക്സ് ഉണ്ടാവും, അതൊക്കെ കീപ്പപ്പ് ചെയ്യണം. പങ്ക്ച്വാലിറ്റി, അസേർട്ടീവ്നെസ്, ഈ വക കാര്യങ്ങളെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് കൾച്ചറൽ ഓറിയൻറ്റേഷൻ. കാരണം ഈ വക കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നേഴ്സിന് US ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ. കാരണം ഇറ്റ് വിൽ എഫക്റ്റ് ബാക്കിയുള്ള കാര്യം. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഷോ ഓൺ ദെയർ കരിയർ. ഇതായിട്ട് ഒരുപക്ഷെ മലയാളികളായിട്ടുള്ള നേഴ്സിന് കൂടുതൽ അവിടെ അംഗീകാരം കിട്ടുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം നല്ല രീതിയിൽ കീപ്പപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവർ ആദ്യത്തെ ഒരു 1-2 ദിവസം അവർക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും. കാരണം ആൾക്കാരില്ല, പുതിയ എൻവയോൺമെന്റ്, പിന്നെ അമേരിക്ക, ഹോം സിക്നെസ്, പിന്നെ എല്ലാം അതാണ്. ഈ ആദ്യത്തെ ആഴ്ച ഗ്ലോബൽ ഫുൾ സപ്പോർട്ടാണ്. ആൻഡ് എപ്പോഴും അവർക്ക് ഹെൽപ്പ് ഇത് ചെയ്യാം, എപ്പോഴാണെങ്കിലും അവർക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിക്കാം. പക്ഷേ ഇതിലേക്കൂടെ തന്നെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. നിങ്ങൾ ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണ് നിങ്ങൾ, അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ കൂടുതലായിട്ട് കോൺഫിഡൻസ് കിട്ടും നേഴ്സസിന്, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും കൂടുതലായിട്ട്. മാഡം, സാമ്പത്തികപരമായി സംസാരിക്കുകയാണെങ്കിൽ ഒരു നേഴ്സിന് എത്രമാത്രം ആവും ചാർജസ്? ഗ്ലോബൽ റിസോഴ്സസിൻ്റെ ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ് US. ഞങ്ങളൊരു നയാ പൈസ പോലും നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ല. അപ്പം നിങ്ങളുടെ സോഴ്സ് എന്താണ്? ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ ഈ പ്രോസസ്സിൽ ആദ്യം തന്നെ ഈ നേഴ്സിന് വരേണ്ട എല്ലാ ചെലവും, ഇമിഗ്രേഷൻ ഫീ, അതേപോലെ അറ്റോർണി ഫീ, ബാക്കിയുള്ള ഈ 1 year സപ്പോർട്ട് സർവീസസ്, ഈ ചെലവുകളൊക്കെ ആദ്യം കമ്പനി എടുത്താലും ഇതൊക്കെ റീഇംബേഴ്സ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവർക്ക് ചിലവാക്കണ കാശൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് റീഫണ്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ദർ ഇസ് നോ പോയിന്റ് ചാർജിങ് ഫ്രം ദ നേഴ്സ്. ഇപ്പം നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സാം ക്ലിയർ ചെയ്യുക, അതുപോലെയുള്ള റെസ്പോൺസിബിലിറ്റീസ് മാത്രം ക്ലിയർ ചെയ്യുക, പ്രോസസ്സിലേക്ക് കടക്കുക, പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. കാരണം നേഴ്സസിൻ്റെ ഒരു വിചാരം എന്താ വെച്ചാൽ CGILs ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ പറക്കാം, അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെയല്ല. കാരണം ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൽ പേഷ്യൻസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. കാരണം ഇവിടെ നിങ്ങൾ പേഷ്യൻ്റാണ്, അവിടെ പോയാലും നിങ്ങൾ പേഷ്യൻസിൻ്റെ അടുത്താണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. എപ്പോഴും പേഷ്യൻ്റ് ആയിട്ടിരിക്കണം എല്ലാ കാര്യങ്ങളും. അപ്പോൾ then you will have a successful career. മാഡം, ഇപ്പോൾ സമീപകാലത്തായിട്ട് UK, അയർലൻഡ് അങ്ങനെ മറ്റു പല രാജ്യങ്ങളിലേക്ക് ഒരുപാട് നേഴ്സസിന് സ്കോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഈ അമേരിക്കയിലേക്ക് പോകുന്നതിന് കൂടുതൽ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നുണ്ടോ? അല്ല, UK, അയർലൻഡ് അവിടേക്ക് നേഴ്സസ് പോകുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ അവർക്ക് ഈ എക്സാംസ് ഒന്നും ക്ലിയർ ചെയ്യണ്ട, CGFNS വേണ്ട, പിന്നെ ടൈം ലൈൻ കുറവാണ്. പക്ഷേ US പോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി UK, അയർലൻഡിൽ ഇല്ല. US നിങ്ങൾ പോകേണ്ടത് ഒരു ഗ്രീൻ കാർഡായിട്ടാണ്. പിന്നെ UK, അയർലൻഡ് എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഇപ്പോൾ നഴ്സിംഗ് ഷോർട്ടേജ് അത്ര അധികമൊന്നും ഇല്ല US സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. UK ഇസ് എക്സ്പെൻസീവ്. ഓൺലി ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിപ്പെടാൻ എളുപ്പമാണ്. IELTS ക്ലിയർ ചെയ്താൽ മതി, CG വേണ്ട. പിന്നെ അവിടെ പോയി കഴിഞ്ഞാലും യു ഹാവ് ദിസ് അഡാപ്റ്റേഷൻ പീരീഡ്. പിന്നെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. ലോങ് ടേം ഗോളാകുമ്പോൾ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് US തന്നെയാണ്, താമസിക്കാനും ജോലി എടുക്കാനും സമ്പാദിക്കാനും. മാം, ഈ ടൈം ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടൈം ലൈൻ എത്ര സമയം എടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ UK അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ രജിസ്ട്രേഷനും NMC രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞാൽ വിതിൻ 1 to 2 months പോകാൻ പറ്റും. ഇപ്പോൾ US പോലെ എത്ര ഈ ലോങ് ടൈം എടുക്കുന്നില്ല. US എന്നാലും 8 മാസം 9 മാസത്തിലൊക്കെ നേഴ്സസ് പോണവരുണ്ട്, പെട്ടെന്നാവണവരുണ്ട്. എന്നാലും അത്രയൊന്നും എടുക്കില്ല. UK എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 3 months എത്താൻ പറ്റും. പക്ഷെ അതിനായതായ ഈ ലോങ് ടേം ഗോൾ നമുക്ക് പിന്നെ അത്ര കാലകാലം നിൽക്കാൻ പറ്റില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർമനന്റ് സിറ്റിസൺ ആയിട്ടാണ് പോണത്. അപ്പോൾ ഹസ്ബൻഡിനെയും കുട്ടികളെയും എല്ലാവരെയും കൊണ്ടുപോവാം, ഫാമിലി ആയിട്ട് കൊണ്ടുപോകാം ശരിക്കും. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് അധികം നേഴ്സസ് മനസ്സിലാക്കണില്ല. എന്നിട്ടാണ് അവർ ഈ UK, അയർലൻഡിലേക്കൊക്കെ പോണത്. ഡിസ്കറേജ് ചെയ്യല്ല, പക്ഷെ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ അതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് US ഉള്ളത് ശരിക്കും ഇപ്പോൾ നേഴ്സസിന്. അതുപോലെ ഇപ്പോൾ ഈ ഗ്രീൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നേഴ്സസിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവരിത് റിട്രോഗ്രഷൻ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും എടുക്കും, വീണ്ടും ഈ
സ്റ്റോക്ക് ഇരിക്കും ചിലപ്പോൾ. യെസ് മാം, ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ഗ്ലോബൽ റിസോഴ്സസിന് കേരളത്തിലെവിടെ ഓഫീസ് ഉള്ളത്? കൊച്ചിൻ. ഞങ്ങളുടെ ഓഫീസ് കേരളത്തിൽ കൊച്ചിൻ, അതെവിടെ അത് ലൊക്കേഷൻ? പെരുമാനൂർ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗേറ്റിന്റെ അടുത്താണ്. പെരുമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആർക്കും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നേരിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാം? ഓ യെസ്, യു ക്യാൻ കം ഡയറക്ട്ലി അപ്രോച്ച്. അത് CGFNS പാസ്സായാലേ നിങ്ങൾ അംഗീകരിക്കത്തുള്ളതോ അല്ല രജിസ്റ്റർ ചെയ്യാൻ? CGFNS IELTS ക്ലിയർ ചെയ്ത നഴ്സസിന് വരാം. US പോവാൻ ആഗ്രഹിക്കുന്ന ഏത് നഴ്സിനും ഞങ്ങളുടെ ഓഫീസിൽ എപ്പോൾ വേണമെങ്കിലും ഇത് പാസ്സാകാതെ വരാം. Then they can register. we'll guide them how to go about. പിന്നെ യു ആർ ടോക്കിംഗ് അബൌട്ട് ലോട്ട് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾ. ഇതൊക്കെ നേഴ്സ് ചെയ്യേണ്ടതാണോ നിങ്ങൾ ചെയ്യുന്നതാണോ? ഏത് ഈ ഗോയിങ് ടു അമേരിക്ക ലോട്ട് ഓഫ് പേപ്പർ വർക്ക് ഉണ്ടല്ലോ. അല്ല, പേപ്പർ വർക്ക് ഒക്കെ നഴ്സ് ചെയ്യണം, കുറെയൊക്കെ നഴ്സ് ചെയ്യണം, കുറെയൊക്കെ ഞങ്ങൾ ചെയ്യണം. പക്ഷെ ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാണ്ടാവും എപ്പോഴും. ഇപ്പൊ ഫയലിങ്ങും അതൊക്കെ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് അവരാണല്ലോ സൈൻ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഡോക്യുമെന്റ്സും ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ നമ്മളായിരിക്കും ചെയ്യുക. ഓക്കെ, ഒരു നേഴ്സ് അമേരിക്ക പോയി കഴിഞ്ഞാൽ എത്ര നാൾക്കുള്ളിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ നോക്കും? അവർക്ക് ഇപ്പോൾ ഈ കൗൺസിലേറ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും പോവുക, നഴ്സും ഹസ്ബൻഡും ഫുൾ ഫാമിലി. ആദ്യം തന്നെ കൗൺസിലേറ്റ് ഇന്റർവ്യൂ ലെവലിൽ വരില്ല. ഇവിടുന്ന് ആദ്യം ഈ ഫയൽ അപ്രൂവലായിട്ട് NVC പോയി കഴിഞ്ഞിട്ട് കൗൺസിലേറ്റ് സ്റ്റേജിൽ വരുമ്പോൾ ഫുൾ ഫാമിലി ആയിട്ടായിരിക്കും അവർ പോവുക. അപ്പൊ എല്ലാവർക്കും പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ പോവാം. അപ്പോൾ അതൊരു ബിഗ് ഡിഫറൻസ് ആണല്ലോ UK ആയിട്ട് നോക്കുമ്പോൾ. ഒരുമിച്ച് പോവാം. ഈ US ഒരുമിച്ച് പോവാം. വിസ അപ്പൊ തന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും പോവാം. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് ഇപ്പം താങ്കൾ മുമ്പേ പറഞ്ഞു യു ആർ നോട്ട് ചാർജിങ് എനിത്തിങ് അറ്റ് ഓൾ ഫ്രം നേഴ്സസ്, റൈറ്റ്? ഓക്കെ, എന്തൊക്കെയാണ് താങ്കൾ കൊടുക്കുന്നത്? ഈ CGFNS IELTSന്റെ ഒക്കെ ചാർജസ് ഒക്കെ റീംബേഴ്സ് ചെയ്യുന്നുണ്ടോ? റീംബേഴ്സ് ചെയ്യും. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നഴ്സ് US വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എക്സാമിനേഷൻ ഫീ വിൽ ബി റീംബേഴ്സ്. അവരെവിടെങ്കിലും പഠിച്ചു അതിനടച്ചു പേ ചെയ്തു എല്ലാം ടോട്ടൽ കോച്ചിങ്ങിന്റെ അല്ല, ഈ എക്സാമിനേഷൻ ഫീ വിൽ ബി റീംബേഴ്സ് ഡെഫിനറ്റ്ലി ബോത്ത് CGFNS ആൻഡ് IELTS. ആൻഡ് NCLEX ഞങ്ങൾ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇവരുടെ എയർഫെയർസ് ഒക്കെ അവർ തന്നെയാണോ അതോ? എയർഫെയർസ് ഒക്കെ കമ്പനി ഈസ് ടേക്കിംഗ്. ആദ്യത്തെ ഇനീഷ്യൽ 2 months ഓഫ് ഫ്രീ അക്കോമഡേഷൻ ഫോർ ദ നഴ്സ്, ഫ്ലൈറ്റ് ചാർജ് ഫോർ ദ നഴ്സ്, നഴ്സിന്റെ എല്ലാ ചെലവും, ഇമിഗ്രേഷൻ, അറ്റോർണി ഫീ ഒക്കെ കമ്പനിയാണ് വഹിക്കുന്നത്. ഇപ്പം ഇവിടെ ഈ പ്രൊഫഷനിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ വേണ്ടത്ര, ഇപ്പം ആദ്യം പറഞ്ഞ പോലെ ഇവിടെ വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു തരത്തിൽ വേറൊരു കാറ്റഗറി ആയിട്ട് നിങ്ങളെ കാണുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നൽ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ അനുഭവം എന്താണ് ഒന്ന് പറയാമോ? ഞാൻ വർക്ക് ചെയ്തെടുത്തൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളത്, മീൻസ് വി ആർ നോട്ട് ഗെറ്റിംഗ് ആസ് ദ റെസ്പെക്ട് ആസ് വി ഡിസേർവ് ഫോർ ഇറ്റ്. ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ട് വി ഓൾ സ്പെൻഡ് എ ലോട്ട് ഫോർ അവർ സ്റ്റഡീസ്, ബട്ട് വി ഡോണ്ട് ഗെറ്റ് ബാക്ക് when we go for work. ഇന്ത്യയിലാണെങ്കിൽ we get a very low salary rate ഒത്തിരി കുറവാണ് നേഴ്സസിന്. അത് കാരണം മോസ്റ്റ്ലി എല്ലാവരും വെളിയിൽ എവിടെയെങ്കിലും പോയി ജോലി അന്വേഷിക്കുന്നത്. ജസ്റ്റ് അന്തസ്സിന്റെ പ്രശ്നം തന്നെയല്ലോ, ഫിനാൻഷ്യലി ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ് അല്ലേ? മോർ ദാൻ 30-40% അല്ല, ടൈംസ് മോർ, നോട്ട് പെർസെൻറ്റേജ്. കൂടാതെ ദ ഹോൾ ഫാമിലി ഈസ് ഗോയിങ് ടു ബി ബെനിഫിറ്റഡ് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ ഈ സാമ്പത്തിക വശം അല്ലാതൊരു വല്ലാത്തൊരു അനുഭവത്തിൻ്റെ കാര്യമുണ്ടല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഒരു വേറൊരു വിഭാഗമായിട്ടാണ് പലപ്പോഴും നഴ്സിനെ കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ സേവനം എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതനുസരിച്ചുള്ള റെക്കഗ്നീഷൻ കിട്ടുന്നില്ല എന്നൊരു പരാതി. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും എന്ന് വെച്ചാൽ പുറത്തു പോയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടും എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾക്ക് ഏത് എമർജൻസി വന്നാലും ഞങ്ങൾക്കൊരു ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാനോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അധികാരമില്ല. അപ്പോൾ അതെല്ലാം ആസ് പെർ ഡോക്ടേഴ്സ് ഓർഡർ ഓൺലി വി ഹാവ് ടു ഫോളോ. ബട്ട് ഈ USA പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്കില്ലനുസരിച്ച് നമ്മൾ അവിടെ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. അത് മോർ അംഗീകാരം നമുക്ക് അവിടെ തരുന്നതിൻ്റെ ഒരു വലിയൊരു ഇതുള്ളത്. ഏതായാലും പിന്നെ US പോലെയുള്ള കൺട്രീസിൽ നഴ്സസിന് കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് റോൾസ് ഉണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ മോർ ഡിപ്പെൻഡൻറ്റ് റോൾസ് ആണ്. നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ US ഒത്തിരിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നഴ്സ്, ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ്, നഴ്സ് പ്രാക്ടീഷണർ അല്ലെങ്കിൽ നഴ്സ് അനസ്തെറ്റിസ്റ്റ്, അങ്ങനെ ഒത്തിരിയും ഇൻഡിപെൻഡൻറ്റ് റോൾസ് നഴ്സസിനുണ്ട്. സോ നമുക്ക് ഒത്തിരിയും സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആ രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. വർക്ക് ലോഡ് ഈസ് വെരി ഹൈ ഓവർ ഹിയർ. അവിടെയാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് സിസ്റ്റം അനുസരിച്ചൊക്കെ നമുക്ക് ഒരുപാട് ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഫുള്ളി വർക്ക് ചെയ്യാം. കാരണം
അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ലിവിങ് കണ്ടീഷൻ ഈസ് ഓൾസോ ബെറ്റർ ഓവർ ദിയർ. അത് ഈ പറഞ്ഞ ഈ സ്പെഷ്യലൈസേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ ഇല്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം അതുമൊക്കെ നഴ്സസിൻ്റെ ഓപ്ഷൻ അനുസരിച്ചാണോ ഇപ്പോൾ ആദ്യമേ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ അല്ല, അതെ അതെ തീർച്ചയായിട്ടും. കാരണം ഒരു നേഴ്സിന് ആളുടെ സ്കിൽ ഏരിയ നോക്കും. ഇപ്പോൾ മെഡിക്കൽ സർജിക്കൽ ഏരിയയിലാണ് ആ നേഴ്സിന് 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 6 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പണിംഗുള്ള ഹോസ്പിറ്റലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. അതേപോലെ ICU, CCU അവർക്ക് എന്താ സ്കിൽ ഏരിയ ഉള്ളത് വെച്ചാൽ അത് സ്കിൽ മാച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പ്ലേസ് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു ഫേം, ഗ്ലോബൽ റിസോഴ്സസ് പോലെ വലിയ കമ്പനി, എന്തുകൊണ്ട് USA മാത്രം ഒതുങ്ങിയിരിക്കുന്നു? അല്ല സർ, ഞങ്ങൾ ഇപ്പോൾ തന്നെ UK റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. UK ഞങ്ങൾ ഓഫീസ് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട് ലാസ്റ്റ് മന്ത് ഒക്ടോബർ 1st വീക്കിൽ. UK ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയാലും ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഇന്ത്യൻ നഴ്സസ് വർക്കിംഗ് ഇൻ UK ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ഗോ ടു US അവർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കുറേ UK ഹോസ്പിറ്റൽസിൻ്റെ കോൺട്രാക്ട്സും കിട്ടിയിട്ടുണ്ട്. സോ വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ സ്മോൾ വേ, ബട്ട് അൾട്ടിമേറ്റ് എയിം ഈസ് ടു catch hold of to help the Indian nurses working in UK who are interested to go to US. Why you limit yourself with the nurses? വേറെ പ്രൊഫഷൻസ് ഒന്നും ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ഫിസിയോതെറാപ്പിസ്റ്റ്. ഇപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ദ ഗ്രൗണ്ട് വർക്ക് ഒക്കെ നടത്തിക്കൊണ്ട് ലൈക്ക് നെക്സ്റ്റ് 2 to 3 months ഫിസിയോതെറാപ്പിസ്റ്റിനെയും കൂടി ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ താല്പര്യം. ഫിസിയോതെറാപ്പിസ്റ്റ് ഏത് രാജ്യത്തേക്കാണ് കൊണ്ടുപോകുന്നത്? US. Again, US. പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ. ഞങ്ങളുടെ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുന്നവരൊക്കെ പറയുന്നു TOEFL ഈസ് മാൻഡേറ്ററി ഫോർ ദം, അങ്ങനെയാണോ? യെസ്. ഈ ഫിസിയോതെറാപ്പിസ്റ്റിനെ എങ്ങനെയാ വെച്ചാൽ ഈ CGFNS പോലെ തന്നെ ഒരു ക്രിഡൻഷ്യൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് FCCPT. ദാറ്റ് ഈസ് ഫോറിൻ ക്രിഡൻഷ്യലിംഗ് കമ്മീഷൻ ഓൺ ഫിസിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി. അപ്പോൾ ഇവരുടെ ക്രിഡൻഷ്യൽ ഇവാലുവേഷൻ ആദ്യം നടത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ദാറ്റ് ദേ ഹാവ് ടു ക്ലിയർ TOEFL, TSC ആൻഡ് TWE. ഈ 3 എക്സാംസും ക്ലിയർ ചെയ്യണം. ആൻഡ് ദെൻ they'll be applying for the licensure exam. CGയുടെ പോലെ തന്നെ. പക്ഷേ ഫിസിയോതെറാപ്പിസ്റ്റിന് എങ്ങനെയാ വെച്ചാൽ ദേ ക്യാൻ ഗോ ഓൺ ആൻ H1B വിസ. ഗ്രീൻ കാർഡ് അല്ലാണ്ട് H1B വിസയിലും പോവാം. പിന്നെ അതിൽ വേറെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവർക്ക് മിനിമം ഇത്ര ഒരു 1000 hours എന്തായാലും വർക്ക് ചെയ്യണം. പിന്നെ ദേ ഹാവ് ടു ടേക്ക് ദ ലൈസൻഷ്യർ എക്സാം. പക്ഷേ ഫിസിയോതെറാപ്പിസ്റ്റിന് നല്ലോണം സ്കോപ്പ് ഉള്ളൊരു സ്ഥലമാണ് US. Would you please highlight on H1B visa? What is that? H1B visa, it's nothing, it's work visa. വർക്ക് വിസ എന്ന് പറയുമ്പോൾ അതിന് ഗ്രീൻ കാർഡ് സ്റ്റേറ്റസ് ഇല്ല. യു ക്യാൻ ഗോ വർക്ക് ദെയർ ഫോർ ദറ്റ് കോൺട്രാക്ട് പീരീഡ് 3 കൊല്ലം കൂടെ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് റിന്യൂ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു വരിക. ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ഒക്കെ പോകുന്നത് H1B നേഴ്സസ് ഒക്കെ സ്ട്രേറ്റ് ഗ്രീൻ കാർഡാണ്. ഗ്രീൻ കാർഡാണ്. അതാണ് നഴ്സിംഗിലുള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓൺലി നഴ്സസ് അവരാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. കാരണം ബാക്കി എന്തൊക്കെ എൻജിനീയേഴ്സോ ഡോക്ടേഴ്സോ ആർക്കാണെങ്കിലും ദേ ക്യാൻ നെവർ എവർ എൻറ്റർ US വിത്ത് എ ഗ്രീൻ കാർഡ്. ഓൺലി നഴ്സസ് ക്യാൻ ഡു. അത് കാരണം നഴ്സസ് ആർ ഇൻ ഡിമാൻഡ് നൗ. And this is the best profession to choose also. See, we have a lot of physiotherapists in contact, you know. Okay. This physiotherapist, that activity, enna thodangan povunnu? Like we have already started it. We are inviting the application forms. With the next 2 months, they can call you straight for any doubts? Yeah, they can send the biodatas and then we'll be shortlisting it and then we'll let them know like what are the processes. Would you please give your telephone number, Cochin? Telephone number. My telephone number, Cochin office phone number is 0484. Yep. 2358. Yep. 455. Right. Okay. And 0484 2359 256. Second one 0484. 2359 256. 6256. No so mobile. You can just forward the biodatas and then we'll shortlist and we'll let them. Tapo tapo tarangotte tanjathil